കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കിയില്ല. പത്രങ്ങളില് ഞാൻ വായിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏതായാലും അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ഇത് പറഞ്ഞു കൊടുത്തില്ല. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ടി പത്മനാഭനെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയും ഈ കുസൃതി ചോദ്യം ടി പത്മനാഭനോട് ചോദിച്ചു, പപ്പേട്ടൻ പഴയ കോൺഗ്രസ് ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീധരൻപിള്ളയ്ക്ക് പറഞ്ഞ അതേ മറുപടി, ഞാൻ പഴയ കോൺഗ്രസ് അല്ല, ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് എന്ന് ടി പത്മനാഭൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനിതിവിടെ പറഞ്ഞോട്ടെ? അപ്പോൾ പറയാം, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന പ്രായം ചെന്ന കോൺഗ്രസ്സുകാരിൽ ഒരാളാണ് പ്രസിദ്ധ എഴുത്തുകാരൻ ടി പത്മനാഭൻ എന്ന് അഭിമാനത്തോടെ പറയുമ്പോൾ കോൺഗ്രസിന്റെ മൂല്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തത് കോൺഗ്രസ് ആണ്. ജനാധിപത്യം നാടിന് നൽകിയത് കോൺഗ്രസ് ആണ്. മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രത്തിന്റെ പിതാവിന്റെ ജീവൻ ബലി കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഇന്ദിരാ പ്രിയദർശിനിയുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എങ്കിൽ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി രാജീവ് ഗാന്ധിയുടെ ജീവൻ നമുക്ക് നഷ്ടമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് രാഷ്ട്രത്തിന്റെ ശില്പി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയെ നിർമ്മിച്ചത്. ഐക്യത്തിന്റെ കണ്ണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഐക്യം തകർക്കാൻ വേണ്ടി ഇന്ന് ശ്രമിക്കുന്ന ശക്തികൾ നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണത്തിൽ എതിരായി ഉയർന്നു വന്ന ദേശീയ പ്രസ്ഥാനത്തെ നേരിടാൻ കഴിയാതെ ബ്രിട്ടീഷുകാരെ സ്വീകരിച്ച തന്ത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക. അതായിരുന്നു ബ്രിട്ടീഷുകാര് അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിനെതിരായി സ്വീകരിച്ച തന്ത്രമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ BJP, ഇന്ത്യയിൽ അതേ കുതന്ത്രം സ്വീകരിക്കുന്നു. അവർ ശ്രമിക്കുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനാണ്. അതിനെ എതിർക്കാൻ ആർക്ക് സാധിക്കും? അതിനെ തടയാൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ. മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുമോ? മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ കേട്ട മുദ്രാവാക്യം എന്താണ്? ബംഗാൾ, കേരളം, ത്രിപുര. ബംഗാൾ, കേരളം, ത്രിപുര, ആ 3 സംസ്ഥാനങ്ങൾ അതിലൂന്നി ഞങ്ങൾ ചെങ്കോട്ടയിലും ചെങ്കൊടി പാലിക്കും എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെങ്കിൽ ഇന്ന് ബംഗാളിൽ അവരുണ്ടോ? ത്രിപുരയിൽ അവരുണ്ടോ? കേരളത്തിലും പാർലമെന്റ് ഇലക്ഷനിൽ അവരുടെ സ്ഥിതി എന്താണ്? സത്യത്തിൽ എൻ്റെ മറ്റൊരു സഹപാഠി AK ബാലൻ അവസാനം പറയേണ്ടി വന്നില്ലേ, ഇങ്ങനെ പോയാൽ നമ്മുടെ ചിഹ്നം ഈനാമ്പേച്ചിയും അരപ്പട്ടിയായിരിക്കും എന്ന് മാർക്സിസ്റ്റ് യോഗത്തിൽ AK ബാലന് തന്നെ പറയേണ്ടി വന്നു എങ്കിൽ ഇന്ത്യ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി എവിടെയില്ല. ഇന്ത്യ രാജ്യത്ത് അവർക്കുണ്ടാക്കാൻ സാധിക്കുന്ന 3ാം മുന്നണി ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു, കോൺഗ്രസിനും BJPക്കും ബദലായിട്ട് 3ാം മുന്നണിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് ആ 3ാം മുന്നണി ഉണ്ടോ? ജനതാദൾ എവിടെയുണ്ട്? ദേവഗൌഡ എവിടെയുണ്ട്? തെലുങ്ക് ദേശം എവിടെയുണ്ട്? ചന്ദ്രബാബു നായിഡു എവിടെയുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കോൺഗ്രസിനെ അല്ലാതെ നേതൃത്വത്തിൽ BJPക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൽ മതേതര മുന്നണിയുടെ ഭാഗത്ത് നിൽക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറെ ആരെ കിട്ടും? അപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ തയ്യാറാകണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകൂ. അതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ലഭിച്ച അഭൂതപൂർവമായ സ്വീകരണവും അംഗീകാരവും ഞാൻ ദീർഘിച്ചു പോകുന്നില്ല. കേരളത്തിലെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അഴിമതി മാത്രമല്ല, കണ്ണൂരിൽ നിന്ന് വരുന്ന ഞങ്ങൾക്കറിയാം, ശ്രീ കെ സുധാകരനും KC വേണുഗോപാലിനും KC ജോസഫിനും നന്നായിട്ടറിയാം, കണ്ണൂരിൽ ഇപ്പോഴും അക്രമ രാഷ്ട്രീയം അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പട്ടത്ത് കോൺഗ്രസ് പതാക നശിപ്പിച്ചു, അതുപോലെ രാഷ്ട്രപിതാവിന്റെ നാമധേയത്തിലുണ്ടാക്കിയ സ്തൂപം നശിപ്പിച്ചു. ആ സ്തൂപം നശിപ്പിച്ചതിനെതിരായിട്ട് ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചപ്പോൾ പരസ്യമായിട്ട് പോലീസിന്റെ മുൻപിൽ വെച്ച് ആ പ്രതിഷേധ യോഗത്തെ പോലും ആക്രമിക്കാൻ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾ അവരിന്ന് കേരളം ഭരിക്കുമ്പോൾ അവർ തയ്യാറായി. തലശ്ശേരിയിലെ ക്ഷേത്രോത്സവത്തിൽ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, മാർക്സിസ്റ്റുകാരുടെ അടികൊണ്ട പോലീസുകാരെയാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്ഥലം മാറ്റി അവർക്കാണ് താക്കീത് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഴിമതിയുടെ കാര്യം പറയണ്ട. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന അതീവ ഗൗരവമേറിയ അഴിമതി ആരോപണത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഉത്തരവില്ല. ആ കാര്യത്തിൽ ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും 26 ഷാഫി ഇവിടെ പറഞ്ഞതുപോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ മുന്നണിയെയും പാർട്ടിയെയും
വിജയിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും. 2001 തെന്നല ബാലകൃഷ്ണപിള്ള സാറാണ് ആ ദൗത്യം ഏറ്റെടുത്തത് എങ്കിൽ ഇപ്പോൾ ആ ദൗത്യം ഞങ്ങളെ ഏൽപ്പിച്ച നേതൃത്വത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വി വിൽ ഫൈറ്റ് ടുഗദർ. നമ്മൾ ഒന്നിച്ച് ആ ഉത്തരവാദിത്വം ദൗത്യം ഏറ്റെടുക്കും എന്ന വിശ്വാസത്തിൽ ഹൃദ്യമായ ഈ ചാർജ് എടുക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രഖ്യാപിച്ച അന്നു മുതൽ ഞങ്ങൾക്ക് നൽകുന്ന മാധ്യമ പിന്തുണയ്ക്കും നല്ലവരായ ജനമനസ്സിന്റെ അംഗീകാരത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.